പ്രൈസ് ഗോഡ്. കർത്താവായ യേശുവിന്റെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. ഇന്ന് ദൈവം ചില പുതിയത് ചെയ്യുവാൻ പോകുന്നു എന്നല്ല, ഒരു പുതിയ കാര്യം ചെയ്തു. നിങ്ങളത് സ്വീകരിച്ച ദാഹത്തോട് ആഗ്രഹത്തോടൊന്ന് വന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളെ ആഴമായ അഭിഷേകത്തിന്റെ എൻകൗണ്ടറുകളിലേക്ക് നടക്കും. നിങ്ങൾ ആത്മാവിൽ എടുക്കപ്പെടും. സ്വർഗീയമായ എൻകൗണ്ടറുകളും അഭിഷേകത്തിന്റെ ആഴവും വെളിപ്പെടും. ഒരു ഇരട്ടി പങ്ക് അഭിഷേകം, ഒരു ഇരട്ടി പങ്ക് ദൈവത്തിന്റെ മാനം. ദൈവത്തിനൊരു വ്യക്തിയോട് പ്രസാദം തോന്നിയാൽ, ഫേവർ തോന്നിയാൽ, ദൈവം ഒരു വ്യക്തിയെ മാനിക്കുവാൻ വിചാരിച്ചാൽ ആർക്കും അതിനെ തടയിടുവാൻ കഴിയുകയില്ല. അനേക വീരന്മാരെ പുറത്തെടുക്കുവാൻ ദൈവത്തിന്റെ ഇരട്ടി പങ്ക് അഭിഷേകവും അനുഗ്രഹവും ഓണറാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ വളരെ ആഗ്രഹത്തോടെ, അങ്ങനെ ഒരു ബോധ്യത്തോടെ, തിരിച്ചറിവോടെ do not miss your Kairos moment. ഒരു ചലനം ആരംഭിക്കുവാൻ പോകുകയല്ല, ഒരു ചലനം ആരംഭിച്ചിരിക്കുന്നു, ഒരു മൂവ് ആരംഭിച്ചിരിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ ഒരു പ്രവാഹം ആരംഭിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. ദൈവം ഒരു പ്രവൃത്തി ചെയ്തു എന്ന് മാത്രമല്ല, അത് നമുക്കൊരു ചൂണ്ട് പലകയാണ്. ഇറ്റ്സ് എ പോയിന്റർ, ഇറ്റ്സ് എ സൈൻ. കാനാവിൽ കർത്താവ് ഒരു അത്ഭുതം പ്രവർത്തിച്ചു. വെള്ളം വീഞ്ഞായി തീർന്നു. അവിടെ നിന്ന് മാറി, അവിടെ വിഷയത്തിന് പരിഹാരമുണ്ടായി. ഒരു വലിയ അടയാളം നടന്നു, ഒരു വലിയ സൗഖ്യം നടന്നു, ഒരു വലിയ അത്ഭുതം നടന്നു എന്ന് മാത്രമല്ല, ഇറ്റ്സ് എ സൈൻ. ആദ്യത്തെ അടയാളമാണ് ദൈവത്തിന്, കർത്താവിന്, യേശുവിന് എന്ത് ചെയ്യുവാൻ കഴിയും. ഇറ്റ്സ് എ സൈൻ. Every miracle is a sign. Every testimony is a sign that God wants to do it again and again and again. വീണ്ടും വിശ്വസിക്കുന്നവർക്ക് ദൈവം ചെയ്യുവാൻ, ദാഹിക്കുന്നവർക്ക്, ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി ദൈവം ചെയ്യുവാൻ ഇച്ഛിക്കുന്നു. Hallelujah. That God is moving by His power. God is moving by His Spirit. ദൈവം തന്റെ ആത്മാവിനാൽ നമ്മുടെ മധ്യത്തിൽ പരിലസിക്കുന്നു. ഒരു കോഴി അടയിരിക്കുന്ന പോലെ ദൈവത്തിന്റെ വിരിച്ചിരിക്കുന്ന ആ ചിറകുകൾ ഇവിടെ വെളിപ്പെട്ടിരിക്കുന്നു. ഹല്ലേലൂയ. ആമേൻ. Today is a night of miracles. ഇത് അത്ഭുതത്തിന്റെ ഒരു രാത്രിയായി. This is a realm of His glory. Hallelujah. കൂട്ടുകാരിൽ പരമായ ആനന്ദ ധൈര്യത്താൽ അഭിഷേകം ചെയ്യുന്നവൻ നമ്മുടെ മധ്യത്തിലുണ്ട്. യേശു നമ്മുടെ മധ്യത്തിലുണ്ട്. പരിശുദ്ധാത്മാവ് നമ്മുടെ മധ്യത്തിൽ ചലിക്കുക. എന്താണ് ഒരു അത്ഭുതം? മനുഷ്യന്റെ അസാധ്യതകൾ ദൈവത്തിന്റെ കരം വെളിപ്പെട്ട് വരുന്നതാണ് ഒരു അത്ഭുതം. വഴിമുട്ടി നിൽക്കുകയാണ്, ക്രോസ് റോഡിൽ വന്നിരിക്കുക. കുടുംബ ജീവിതത്തിൽ നിങ്ങൾ നേരിടുന്ന പ്രതിസന്ധികളായിരിക്കാം, ഡിവോഴ്സിന്റെ വക്കിലായിരിക്കാം നിങ്ങളായിരിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ മക്കളുടെ വിഷയമായിരിക്കാം. And you are saying, God, I need a miracle. നമ്മുടെ ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണ്. A God is a God of miracles. അത്ഭുത മന്ത്രിയായവൻ, വീരനാം ദൈവം, സമാധാന പ്രഭു, നിത്യ പിതാവ് നമ്മുടെ മധ്യത്തിൽ എഴുന്നള്ളി വന്നിട്ടുണ്ട്. He has come into this place. He is Jehovah Rapha, the miracle worker, the way maker, the promise keeper. ഒരു വലിയ ആത്മപ്രവാഹം നമ്മുടെ മധ്യത്തിൽ നടക്കുകയാണ്. ഒരു ആത്മനദി ഈ ഓൾട്ടറിൽ നിന്ന് ഒഴുകുകയാണ്, ഈ ദൈവസഭയിൽ നിന്ന് ഒഴുകുകയാണ്. അത്ഭുതങ്ങളുടെ ഒരു സ്ഥലമായി, ഒരു പ്രതലമായി, സ്വർഗം വെളിപ്പെടുന്ന ഒരു പ്രതലമായി, പരിശുദ്ധാത്മാവ് ശക്തിയോടെ വെളിപ്പെടുന്ന ഒരു പ്രതലമായി മാറിയിരിക്കുക. The power of God, ദൈവത്തിന്റെ ശക്തി, ആത്മശക്തി, the fire of God, the miracle hand of God. അവൻ തന്റെ വചനത്തെ അയച്ച് അവരെ സൗഖ്യമാക്കും, അവരുടെ കുഴികളിൽ നിന്ന് വിടുവിക്കുന്ന. This is a miracle atmosphere. Receive your miracle. ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുന്ന ആ പ്രതലത്തിൽ അസാധ്യതകളില്ല. അവിടെ രോഗത്തെ നിൽക്കുവാൻ കഴിയുകയില്ല. അവിടെ ദുരാത്മാക്കൾക്ക്, ദുഷ്ടാത്മാക്കൾക്ക് നിൽക്കുവാൻ കഴിയുകയില്ല. അവിടെ മന്ത്രവാദവും കൂടോത്തരവും അത് തകർന്നു മാറും. 38 വർഷം കൈകൾ ചലിക്കാത്ത, കാലുകൾ ചലിക്കാത്ത മനുഷ്യരിലേക്ക് വ്യത്യസ്ത കുളക്കരയിൽ വർഷങ്ങൾ കാത്തിരുന്ന, ആശ നഷ്ടപ്പെട്ടു, നിരാശപ്പെട്ട് വിഷമിച്ചിരുന്ന ആ മനുഷ്യരിലേക്ക് യേശു കടന്നു വരികയാണ്. ഒരു മനുഷ്യനെ തൊടുവാൻ, ഒരു മനുഷ്യനെ സൗഖ്യമാക്കുവാൻ അവിടെ ദൂതന്മാർ ഇറങ്ങുന്ന ഒരു കുളമാണത്. കുളം കലങ്ങുമ്പോൾ സൗഖ്യം നടക്കും. പക്ഷെ 38 വർഷമായി സൗഖ്യം പ്രാപിക്കാത്ത ഒരു വ്യക്തിയെ നിനക്ക് സൗഖ്യമാക്കുവാൻ മനസ്സുണ്ടോ? നിന്റെ അത്ഭുതം പ്രാപിക്കുവാൻ നിനക്ക് മനസ്സുണ്ടോ? ആ മനുഷ്യൻ പറയുകയാ, എന്നെ സഹായിക്കുവാൻ ആരുമില്ല. ഞാൻ വെള്ളത്തിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പേ വേറെ ആരോ വന്ന് എന്റെ ചാൻസ് നഷ്ടപ്പെടും. പക്ഷെ കർത്താവ് പറയുകയാ, എഴുന്നേറ്റ് നിന്റെ കിടക്കെടുത്ത് നടക്കാം. There is nothing that can stop you from your miracle. നിങ്ങളുടെ അത്ഭുതത്തിൽ നിന്ന് നരകത്തിന്റെ ഒരു പൈശാചിക ശക്തിക്കും തടയുവാൻ കഴിയുകയില്ല. Jesus has come. വിശ്വസിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ അത്ഭുതം നിങ്ങൾ കാണും. ഹല്ലേലൂയ. സ്തോത്രം. കർത്താവിന്റെ കരം ശക്തിയോടെ നിങ്ങളോട് ഇടപെടും. വ്യത്യസ്തമായ നിലവാരത്തിൽ അത് എൻകൗണ്ടറുകളായി, ദൈവപ്രവൃത്തികളായി, സൗഖ്യമായി, വിടുതലായി നിങ്ങളെ തടയുന്ന ആ തടസ്സങ്ങളെ മുറിച്ച് ഒരു അന്തരീക്ഷം സൃഷ്ടിക്കപ്പെടുക. യു ക്യാൻ ക്രിയേറ്റ് അറ്റ്മോസ്ഫിയേഴ്സ്. നിങ്ങൾക്ക് അന്തരീക്ഷത്തെ സൃഷ്ടിക്കുവാൻ കഴിയും. സൗഖ്യത്തിന്റെ അന്തരീക്ഷത്തെ, മഹത്വത്തിന്റെ അന്തരീക്ഷത്തെ, വിടുതലിന്റെ അന്തരീക്ഷത്തെ സൃഷ്ടിക്കുവാൻ കഴിയും. എന്റെ നോർത്ത് ഇന്ത്യയിലെ മിഷൻ യാത്രകളിലാണ് പരിശുദ്ധാത്മാവ് എന്നെ പഠിപ്പിക്കുവാൻ ഇടയായി തീർന്ന്. ചെന്ന് നിൽക്കുമ്പോൾ തന്നെ ഒരു അന്തരീക്ഷം അവിടെ വെളിപ്പെടും. ദൈവജനം പഠിപ്പിക്കുവാൻ അവിടെ ചെന്ന് നിൽക്കുന്നത്. പക്ഷെ പെട്ടെന്ന് അന്തരീക്ഷം മാറും. വചനം സംസാരിക്കുന്നതിന് മുമ്പേ തന്നെ അവിടെ ജനം കരയുവാൻ തുടങ്ങും. ഞാൻ കരയുവാൻ തുടങ്ങും. എന്തെന്നറിയില്ല, പെട്ടെന്ന്
ഒരു ദൈവ സാന്നിധ്യവും വിശുദ്ധിയെക്കുറിച്ചുള്ള ഒരു ബോധവും ഒരു അനുതാപവും ദൈവജനം പഠിപ്പിക്കാനാണ് നിൽക്കുന്നത്. പക്ഷേ മീറ്റിങ്ങിന് തൊട്ട് മുമ്പേ ഒരു സാന്നിധ്യം, അനുതാപം, കൂട്ടമായ അനുതാപം, കൂട്ട മാനസാന്തരങ്ങൾ നടക്കുന്നത് കാണുവാൻ എന്നിടയായി തീർന്നു. പ്രത്യേകിച്ച് ഞാനൊന്നും പ്രസംഗിച്ചില്ല, ഒന്നും പറഞ്ഞില്ല. atmosphere in that place. നോർത്ത് ഇന്ത്യയിൽ നിങ്ങൾക്ക് അറിയാമല്ലോ, അവിടെ വലിയ വിദ്യാഭ്യാസമില്ല, വലിയ പഠിത്തമില്ല, വലിയ ദൈവത്തെ കുറിച്ചുള്ള ജ്ഞാനമില്ല, പരിശുദ്ധാത്മാവിന്റെ വലിയ സ്പർശങ്ങളൊന്നും അനുഭവിക്കാത്ത ജനമാണ്. പക്ഷേ ഭയങ്കര വെയിറ്റും ഹൈറ്റും ഒക്കെ ഉള്ള ആൾക്കാരവിടെ വന്ന് കുഞ്ഞുങ്ങളെ പോലെ അവർ കരയുക. പരിശുദ്ധാത്മാവ് ടേക്ക് ഓവർ ചെയ്യുക. ഒരു അന്തരീക്ഷം അവിടെ വെളിപ്പെടുക. 2-3 വചനം ദൈവം എന്താണ് അവിടെ ചെയ്യുന്നത് അതിനോട് ചേർത്തൊന്ന് പറയുക. പിന്നെ തീ പിടിക്കുന്നത് പോലെ ആ സ്ഥലമായി തീരുക. കൂട്ട മാനസാന്തരങ്ങൾ, കൂട്ട അനുതാപങ്ങൾ, ഒരു ഉണർവിന്റെ അന്തരീക്ഷം ദൈവസഭയ്ക്ക് ഞാനൊന്ന് കൈമാറുകയാണ്. ഇവിടെ പരിശുദ്ധാത്മാവിന്റെ ചലനത്തിന്റെ, മഹത്വത്തിന്റെ, ഉണർവിന്റെ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കപ്പെട്ടിരിക്കുക. ഒരു അന്തരീക്ഷത്തിന് വേണ്ടി നാം കാത്തിരിക്കുകയല്ല. We create and birth moves and movements. പഴയ നിയമത്തിൽ ദൈവം എഴുന്നേറ്റാൽ ശത്രുക്കൾ ചെറിപ്പോകും. പുതിയ നിയമത്തിൽ സ്തോത്രം, ഹല്ലേലൂയ, മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു എന്റെ ഉള്ളിൽ. ഞാൻ എഴുന്നേറ്റാൽ ദൈവം എഴുന്നേൽക്കും. ഞാൻ എഴുന്നേറ്റാൽ ദൈവരാജ്യം വെളിപ്പെടും. ഞാൻ എഴുന്നേറ്റാൽ ദൂതന്മാർ ആക്റ്റീവ് ആകും. എന്റെ സ്തുതി ഒന്ന് ഉയർന്നാൽ 2 അന്യഭാഷകളിൽ ആത്മമണ്ഡലം കിടുകിട വിറയ്ക്കുവാൻ തുടങ്ങും. You can create atmospheres. ഇത് ദൈവത്തിന്റെ മഹത്വത്തിന്റെ ഒരു പ്രതലമായി തീർന്നു. കണ്ണുനീരിന്റെ താഴ്വരകളെ, പരാജയത്തിന്റെ താഴ്വരകളെ, ശാപത്തിന്റെ താഴ്വരകളെ ദൈവത്തിന്റെ അനുഗ്രഹത്തിന്റെ കുന്നുകളാക്കുവാൻ, ബറാഖയുടെ കുന്നുകളാക്കുവാൻ ദൈവത്തിന് കഴിയും. യഹോശഫാത്ത് കിടുകിട വിറയ്ക്കുകയാണ്. താൻ കേട്ട വാർത്ത, 4 സൈഡിൽ നിന്നും 4 സൈന്യം വരികയാണ്. തനിക്ക് കൈകാര്യം ചെയ്യുവാൻ കഴിയാത്ത അത്ര അസാധ്യമായ ഒരു അവസ്ഥ. താൻ പേടിച്ചു പോയി, ഭയപ്പെട്ടു പോയി. തന്റെ സൈന്യത്തിന് അത്രയും ശക്തിയില്ല. വരുന്ന ഈ 4 സൈന്യത്തെ നേരിടുവാൻ ശക്തിയില്ല. താൻ ഒരു ഉപവാസം പ്രഖ്യാപിച്ചു. താൻ തന്റെ ജനത്തെ വിളിച്ചു. ഹല്ലേലൂയ. വലിയ പ്രതിസന്ധിയിൽ നാം ആയിരിക്കുന്നു. ഹല്ലേലൂയ. നീ ദൈവമല്ലാതെ നമുക്ക് വേറൊരു വഴിയില്ല. മക്കളെ, നമുക്ക് ദൈവസന്നിധിയിലേക്ക് ഒന്ന് അടുത്തു വരാം. യഹോശഫാത്തിന്റെ പ്രാർത്ഥന 2 ദിനവൃത്താന്തം 20-ാം അധ്യായത്തിൽ നമുക്കത് വായിക്കുവാൻ കഴിയും. സ്തോത്രം. യഹോശഫാത്ത് പ്രാർത്ഥിക്കുക. ഭയങ്കര പവർഫുൾ ഒരു പ്രാർത്ഥനയാണ്. സ്വർഗത്തെ ചലിപ്പിച്ച, സ്വർഗം തുറന്ന ദൈവം, യെസ് വെച്ച ദൈവം ഇറങ്ങി വന്ന, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ജഹാസിയലിന്റെ മേൽ ഇറങ്ങി വന്ന ഒരു പ്രവചന ശബ്ദം ഉളവായ, ഹല്ലേലൂയ, യുദ്ധം യഹോവയ്ക്കുള്ളതുകൊണ്ട് സമാധാനമായിരിക്കുക, സ്വസ്ഥമായിരിക്കുക. ഞാൻ ആകുന്നവൻ, ഞാൻ കാര്യങ്ങളെ കൈകാര്യം ചെയ്തോളാം. Be still and know that I am God. The battle belongs to the Lord. യുദ്ധം യഹോവയ്ക്കാണ് എന്ന് പറഞ്ഞ് യഹോശഫാത്തിനോട് ദൂത് പറയുക. അവിടെയുള്ള ദേവദാസന്മാരോട് ദൂത് പറയുക. ഇസ്രായേൽ മക്കളോട് ദൂത് പറയുക. നമ്മുടെ പ്രതിസന്ധികളുടെയും അസാധ്യതകളുടെ മധ്യത്തിൽ ഇറങ്ങി വന്ന് പ്രവർത്തിക്കുവാൻ കഴിയുന്ന ഒരു ദൈവം. ആലോചന പറയുക, സ്ട്രാറ്റജി പറയുക. വേറെ ഒന്നും ചെയ്യേണ്ട. കുറച്ച് ആരാധകരെ സൈന്യത്തിന്റെ മുമ്പിൽ നിങ്ങൾ അങ്ങോട്ട് വിട്ടാൽ മതി. Because praise and worship can change atmosphere. Hallelujah. So get ready to use your worship as a weapon. മന്ദമന്ദമായി പാടുന്ന അങ്ങനെയുള്ള പാട്ടുകൾ മാത്രമല്ല, ആരാധന ഒരു ആയുധമായി. അപ്പോൾ സ്തോത്രം. എന്താണ് യഹോശഫാത്തിനോട് ദൈവത്തിന്റെ സ്ട്രാറ്റജി? What was the divine strategy for Jehoshaphat to make the impossible possible? Create an atmosphere of worship. Then the King of Kings and the Lord of Lords and the Lord of Hosts, സൈന്യങ്ങളുടെ യഹോവ വെളിപ്പെടുവാൻ ഇടയായിത്തീരും. യഹോവ നല്ലവനല്ലോ, അവന്റെ ദയ എന്നേക്കുമുള്ളത്. സ്തോത്രം. അത്രയും ചെയ്താൽ മതിയായിരുന്നു. അവർ പാടി, സ്തോത്രം, വിശുദ്ധ വസ്ത്രാലങ്കാരം ഉപയോഗിച്ച് അവർ ദൈവത്തിന് പാടുവാൻ ഇടയായിത്തീർന്നു. They began to praise God. They began to invoke God. അവർ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ തുടങ്ങി. അവർ ആരാധിക്കാൻ തുടങ്ങി. അവർ സ്തുതിക്കുവാൻ തുടങ്ങി. അന്തരീക്ഷം ഷിഫ്റ്റ് ചെയ്യാൻ തുടങ്ങി. സ്തോത്രം. ജനം ആരാധിക്കുവാൻ തുടങ്ങിയപ്പോൾ എന്താ സംഭവിച്ചത്? ദൈവത്തിന്റെ സൈന്യത്തെ, ദൂതന്മാർ സൈന്യമായി, ഹല്ലേലൂയ, അവരങ്ങോട്ട് ഇറങ്ങുകയാണ്. ദൈവം പതിയിരിപ്പുകാരെ അവരോട് ഇറക്കുവാൻ ഇടയായി തീർന്നു. സ്തോത്രം. ഹല്ലേലൂയ. ആ ബാറ്റിൽ ഭൗതിക തലത്തിൽ നിന്ന് ഒരു ഹെവൻലി റലത്തിലേക്ക് ബാറ്റിൽ മാറി. പിന്നെ വായിക്കുന്നത്, കണ്ണുനീരിന്റെ താഴ്വരകൾ ബറാഖയുടെ അനുഗ്രഹത്തിന്റെ കുന്നുകളായി മാറുന്ന ഒരു അനുഭവം. നിങ്ങളുടെ സ്തുതികൾ, നിങ്ങളുടെ ആരാധനകൾ, നിങ്ങളുടെ കൈയടി, നിങ്ങളുടെ നൃത്തം, നിങ്ങളുടെ അന്യഭാഷയിലുള്ള സ്തോത്രം, വ്യഗ്രമായിട്ടുള്ള ആരാധന, തീവ്രമായിട്ടുള്ള ആരാധന, സ്തോത്രം, ആത്മമണ്ഡലങ്ങളെ ചലിപ്പിക്കും. There will be vibrations in the realm of the spirit. Hallelujah. ദൈവത്തിന്റെ ചലനങ്ങൾ നടക്കുവാൻ ഇടയായി തീരും. നിങ്ങൾ എഴുന്നേറ്റാൽ ദൈവം എഴുന്നേൽക്കും. പിന്നെ പൈശാചിക സാത്താനിക ശക്തികൾക്ക് നിൽക്കുവാൻ കഴിയാത്ത ഒരു പ്രതലം വെളിപ്പെടുവാൻ ഇടയായി തീരും. God is rising in our midst. ദൈവം എഴുന്നേൽക്കുകയാണ്. Hallelujah. പൗലോസിനെയും ശീലാസിനെയും ജയിലറയിൽ പിടിച്ചിട്ടു. ഒരു ദൂത് കേട്ട് ഏഷ്യയിൽ നിന്ന് മാസിഡോണിയയിലേക്ക് പൗലോസ് ഒരു ദർശനം കാണുക, സ്വപ്നം കാണുകയാണ്. മക്കതോനിയയിൽ നിന്ന് ഒരു മനുഷ്യൻ പറയുക, ഞങ്ങളെ വന്ന് സഹായിക്കണമേ. ദൂത് കേട്ട്, ദർശനം കണ്ട്, പ്രൊഫറ്റിക് വിഷൻ കണ്ട് പൗലോസും ശിലാസും യാത്രയാകുക. മക്കതോനിയയിൽ ചെന്നു.
അവിടെ നടന്ന സംഭവങ്ങളൊക്കെ നിങ്ങൾക്കറിയാമല്ലോ. അത് കഴിഞ്ഞ് സ്തോത്രം അടിമേടിച്ച് പീഡിപ്പിക്കപ്പെട്ട് മുറിവേൽക്കപ്പെട്ട് അവരിപ്പോൾ ഫിലിപ്പിയൻ ജയിലിലാണ്. എന്തുകൊണ്ട് 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 ഇങ്ങനെ സംഭവിച്ചു എന്ന് വിഷമിച്ച് നിരാശപ്പെട്ട് ചോദ്യങ്ങൾ ചോദിക്കാതെ അപ്പോസ്തലന്മാർ രാത്രി അവരുടെ കൈ ആമത്തിലാണ്, കാലാമത്തിലാണ്, കാരാഗ്രഹത്തിലാണ്, ശരീരം അടിക്കപ്പെട്ടിരിക്കുകയാണ്, ചോര ഒരുകയാണ്. അതിന്റെ മധ്യത്തിൽ സ്തോത്രം അവർ ദൈവത്തെ ആരാധിക്കാൻ തുടങ്ങിയ പ്രതിസന്ധികളുടെ മധ്യത്തിൽ, പീഡനങ്ങളുടെ മധ്യത്തിൽ, തടവറയുടെ മധ്യത്തിൽ അവർ ദൈവത്തെ ആരാധിക്കാൻ തുടങ്ങി. അർദ്ധരാത്രിയിൽ ഒരു അത്ഭുതം സംഭവിക്കുകയാണ്. A miracle in the midnight. അവരുടെ സ്തുതിയിൽ, അവരുടെ ആരാധനയിൽ അന്തരീക്ഷം മാറുകയാണ്. You can create atmospheres. You can change atmospheres. അർദ്ധരാത്രിയിൽ എല്ലാവരും ഉറങ്ങുമ്പോൾ ഈ ദൈവദാസന്മാർ പീഡനത്തിന്റെയും പ്രതിസന്ധിയുടെയും മധ്യത്തിൽ they were changing atmospheres. അവർ ദൈവത്തെ ആരാധിക്കാൻ. ആരെങ്കിലും ഒന്ന് കൈയടിച്ചോ? ഒന്ന് കൈയടിച്ചോ? നിങ്ങൾ കൈയടിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിന്റെ അവസ്ഥകൾ മാറും എന്ന് മാത്രമല്ല, നിങ്ങളുടെ മക്കളുടെ ജീവിതം മാറുമെന്ന് മാത്രമല്ല, ഹല്ലേലൂയ, ദേശം വിടുവിക്കപ്പെടുവാൻ നിങ്ങളുടെ കൈയടി ആവശ്യമാണ്, നിങ്ങളുടെ അന്യഭാഷകൾ ആവശ്യമാണ്, നിങ്ങളുടെ സ്തുതികൾ ആവശ്യമാണ്, നിങ്ങളുടെ പ്രവചനങ്ങൾ ആവശ്യമാണ്. ഹല്ലേലൂയ. ഉണങ്ങിയ അസ്ഥികളെ യഹോവയുടെ ശബ്ദം കേൾക്കാം. ദൈവത്തിന് ഒരു മനുഷ്യനെ കിട്ടുമോ ഇന്ന് രാത്രി? ദൈവത്തിന് ഒരു സ്ത്രീയെ കിട്ടുമോ? ദൈവത്തിന്റെ ആയുധമായി തീരുവാൻ, ദൈവത്തിന്റെ ശബ്ദമായി തീരുവാൻ നമുക്ക് അന്തരീക്ഷങ്ങളെ സൃഷ്ടിക്കാം. ദൈവ പ്രവർത്തികളുടെ അന്തരീക്ഷം, ഉണർവിന്റെ അന്തരീക്ഷത്തെ, മഹത്വത്തിന്റെ അന്തരീക്ഷത്തെ, സൗഖ്യത്തിന്റെ അന്തരീക്ഷത്തെ സൃഷ്ടിക്കാം. You can change the atmosphere. ജയിലറകളെ ഉണർവിന്റെ ഹബ്ബാക്കി മാറ്റുവാൻ കഴിയും. അതെ, ജയിലറകളെ ദൈവത്തിന്റെ ചലനത്തിന്റെ ഹബ്ബുകളാക്കി മാറ്റുവാൻ കഴിയും. ശൂന്യതകൾ സംഭവിക്കുന്ന, എല്ലാം വരണ്ടിരിക്കുന്ന, എല്ലാം ശാപത്തിന് കീഴിലായിരിക്കുന്ന അവസ്ഥകളെ നിങ്ങളൊന്ന് എഴുന്നേറ്റാൽ, നിങ്ങളുടെ ഉള്ളിൽ നിന്ന് മഹത്വത്തിന്റെ പ്രത്യാശയായ യേശുവിനെ ഒന്ന് എഴുന്നേൽക്കുവാൻ, പരിശുദ്ധാത്മാവിൽ നിന്ന് ചലിക്കുവാൻ നിങ്ങളുടെ കൈകൾ കൊടുത്താൽ, നിങ്ങളുടെ നാവൊന്ന് കടം കൊടുത്താൽ, ഉച്ചരിച്ചു കൊടുവാൻ കഴിയാത്ത ഞെരുക്കങ്ങളാൽ പരിശുദ്ധാത്മാവ് നിങ്ങളിൽ നിന്ന് പ്രസവിക്കുന്ന സ്ത്രീ മുറവിളിക്കുന്ന പോലെ ദൈവജനമേ, ദൈവം ഒരു പുതിയ കാര്യം ചെയ്യുന്നു. God is doing a new thing. Amen. സ്തോത്രം. ഹല്ലേലൂയ. യശയ്യാപ്രവാചകന്റെ പുസ്തകം 54-ാം അധ്യായം 2-3 വാക്യങ്ങൾ വീണ്ടും സ്തോത്രം ദൈവസഭയോട് ദൈവത്തിന്റെ ദൂതാണ്. This is your season of expansion. ഒരു abundance, ദൈവത്തിന്റെ ഒരു സമൃദ്ധി, അപ്പോൾ തന്നെ ദൈവത്തിന്റെ ഒരു എക്സ്പാൻഷൻ. യശയ്യാപ്രവാചകന്റെ പുസ്തകം 54-ാം അധ്യായം 2-3 വാക്യം വായിക്കാം. നിന്റെ കൂടാരത്തിന്റെ സ്ഥലത്തെ വിശാലമാക്കുക. ദൈവം സംസാരിക്കുക. God is speaking. Enlarge. ദൈവം പറയുക, നിന്റെ കൂടാരത്തിന്റെ സ്ഥലത്തെ വിശാലമാക്കുക. ദൈവം പ്രസാദിച്ചിരിക്കുക. God is pleased with you people. God is pleased with you. God is pleased with you. Enlarge the place of your tent. Let them stretch out the curtains of your dwellings. നിന്റെ നിവാസങ്ങളുടെ തിരശീലകളെ ആര് നിവർത്തണം? ആരാ നിവർത്തുന്നേ? അവർ നിവർത്തട്ടെ. നിവാസങ്ങളുടെ തിരശീലകളെ ദൈവമല്ല നിവർത്തുന്നത്, നമ്മൾ നിവർക്കുക, നമ്മളതിനെ സ്ട്രെച്ച് ചെയ്യുക. യോശുവയോട് ദൈവം പറഞ്ഞു, നീ കാല് വെക്കുന്നത് ഞാൻ നിനക്ക് തരും. ദൈവരാജ്യത്തിന്റെ അതിർവരമ്പുകൾ വിശാലമാകുകയാ. ദൈവം നിങ്ങളെ ശക്തമായി പുറത്തെടുക്കുക. ഒരു സൈന്യം പിടിച്ചെടുക്കുന്ന പോലെ നിങ്ങൾ ജബൂസ്യ കോട്ടകളെ പിടിച്ചെടുക്കുക. കനാനിയ മല്ലന്മാരെ വെട്ടിയിടുക. അമോനിയ ശക്തികളെ നിങ്ങൾ തകർക്കുക. മല്ലന്മാരെ നിങ്ങൾ കൈകാര്യം ചെയ്യുക. അങ്ങനെ ഒരു സൈന്യമായി നിങ്ങൾ എഴുന്നേൽക്കുകയാണ്. എന്ന് തീരും ഈ ദുഃഖം വിലാപം ഇന്ന് പാടുന്നവരല്ല നാം. സ്വർഗത്തെ ഭൂമിയിൽ കൊണ്ടുവരുവാൻ അഭിഷേകം ചെയ്യപ്പെട്ടവരാണ് നാം. സ്വർഗം ഭൂമിയിൽ കൊണ്ടുവരുവാൻ, സ്വർഗത്തിന്റെ ഗവൺമെന്റ്, സ്വർഗത്തിന്റെ സംസ്കാരത്തെ, സ്വർഗത്തിന്റെ രാജ്യത്തെ ഭൂമിയിൽ കൊണ്ടുവരുവാൻ വിളിക്കപ്പെട്ടവരാണ്. അതിനുവേണ്ടി കമ്മീഷൻ ചെയ്തിരിക്കുന്ന കമ്മീഷൻഡ് ഓഫീസറുകളാണ് ദൈവജനം. വാവ്. Enlarge the place of your tent. Let them stretch out the curtains of your dwellings. Do not spare. Lengthen your cords and strengthen your stakes. Hallelujah. മലയാളത്തിൽ നിന്ന് വായിച്ചു കേൾക്കാം. നിന്റെ കൂടാരത്തിന്റെ സ്ഥലത്തെ വിശാലമാക്കുക. നിന്റെ കൂടാരത്തിന്റെ സ്ഥലത്തെ എല്ലാവരും ഒന്ന് വിശാലമാക്കിയേ. സ്തോത്രം. ആത്മമണ്ഡലത്തിൽ, പൈശാചിക മണ്ഡലത്തെ നൈപുണ്യമായി കൈകാര്യം ചെയ്യുവാൻ കഴിയുന്ന ഒരു യഹൂദ തലമുറയാണ് നിങ്ങൾ. A Judah generation. A lion generation. Hallelujah. Enlarge, 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 enlarge. Stretch, 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 stretch. തടുത്ത് കളയരുത്, തടുത്ത് കളയരുത്. മതി മതി, ഇത്രയും മതി, ഇത്രയും മതി. അല്ല, തടുത്ത് കളയരുത്. സ്തോത്രം. ഹല്ലേലൂയ. നിങ്ങൾ വെക്കുന്ന പരിമിതിയാണ് പരിമിതി. തടുത്ത് കളയരുത്. നിന്റെ കയറുകളെ നീട്ടുക, 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 നീട്ടുക. നിന്റെ കുറ്റികളെ ഉറപ്പിക്കുക, ഉറപ്പിക്കുക. ആമേൻ. 3-ാമത്തെ വാക്യം കൊണ്ട് വായിക്കാം. യെസ്. നീ ഇടത്തോട്ടും വലത്തോട്ടും പരക്കും. നിന്റെ സന്തതി ജാതികളുടെ ദേശം കൈവശമാക്കുകയും ശൂന്യ നഗരങ്ങളിൽ നിവാസികളെ പാർപ്പിക്കുകയും ചെയ്യും. You shall expand to the right and to the left. Hallelujah. നീ ഇടത്തോട്ടും വലത്തോട്ടും പരക്കും. And your descendants, hallelujah, ജാതികളുടെ ദേശം, നിന്റെ സന്തതി, മക്കളെ ഒന്ന് അനുഗ്രഹിക്കാം.
നമ്മുടെ തലമുറകളെ ഒന്ന് അനുഗ്രഹിക്കാം, നമ്മുടെ കൊച്ചുകുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കാം, നമ്മുടെ കുഞ്ഞുങ്ങളെ ഒന്ന് അനുഗ്രഹിക്കാം. ലെറ്റ്സ് ബ്ലെസ്. നിന്റെ സന്തതി ജാതികളുടെ ദേശം കൈവശമാക്കുകയും ശൂന്യ നഗരങ്ങളിൽ നിവാസികളെ പാർപ്പിക്കുകയും ചെയ്യും. Your descendants will inherit the nations. ദേശങ്ങളെ കൈവശമാക്കുവാൻ നിൽക്കുന്ന ഒരു തലമുറയാണ് നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത്. നിങ്ങൾ ഇടത്തോട്ടും വലത്തോട്ടും പരക്കും. You will expand to the right and to the left, and your descendants will inherit the nations. ചലനങ്ങൾക്ക് കാത്തിരിക്കുന്ന ജനമല്ല നാം, ചലനങ്ങളെ സൃഷ്ടിക്കുന്നവരാണ് നാം. We do not just wait for a move of God. We are happy when a move of God takes place, but we are not just waiting for a revival. We are revival. We are revived. അതെ, നാം ഉണർവിനും വലിയ ആത്മപകർച്ചയ്ക്ക് വേണ്ടിയൊക്കെ നമ്മൾ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, അതിനുവേണ്ടി പ്രയത്നിക്കുന്നു. അപ്പോൾ തന്നെ നാണയത്തിന്റെ മറ്റൊരു സൈഡാണ്, നാം എവിടെ ചലിക്കുന്നുവോ അവിടെ ദൈവം ചലിക്കും. നാം എവിടെ ചലിക്കുന്നുവോ അവിടെ സ്വർഗം ചലിക്കും, അവിടെ പരിശുദ്ധാത്മാവ് ചലിക്കും, അവിടെ യേശു പ്രകടമാകും. ഇവിടെ ഈ ദൈവപ്രവർത്തനം നടക്കുവാൻ, ഈ എൻകൗണ്ടർ നടക്കുവാൻ കാരണം പാസ്റ്റർ പ്രസംഗിക്കുകയും ഒരു അഭിഷേകം വെളിപ്പെട്ടതുകൊണ്ടല്ല. ഒരു വ്യക്തി ഇവിടെ വന്നിട്ടുണ്ട്, യേശു ഈ സ്റ്റേജിൽ നിൽക്കുന്നു, ഇവിടെ നടക്കുന്ന കാര്യങ്ങളെ നിയന്ത്രിക്കുന്നു. ഒരു സാന്നിധ്യം ഇവിടെ വെളിപ്പെട്ടു എന്നൊരു ബോധ്യം, ഒരു വെളിപ്പാട്, ഒരു ദർശനം. ഹല്ലേലൂയ, ആമേൻ. The king is here. രാജാവ് നമ്മുടെ മധ്യത്തിലുണ്ട്. മാറത്ത് പൊൻകച്ചണിഞ്ഞ തേജോമയനായ യേശു, 7 നിലവിളക്കുകളുടെ മധ്യത്തിൽ കൂടെ നടക്കുന്ന യേശു. ഹല്ലേലൂയ. The glorious triumph and risen victorious King Jesus is in our midst. മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായത്തിലേക്ക് നമുക്കൊന്ന് പോകാം. ആ അധ്യായം മൊത്തവും ദൈവിക സൗഖ്യത്തെ കുറിച്ചുള്ള സാക്ഷ്യങ്ങളാണ്. It's a chapter on divine healing. നമ്മുടെ ദൈവം ആരാണെന്ന്, യേശു ആരാണെന്ന് പരിചയപ്പെടുത്തുന്ന, സാക്ഷ്യം പറയുന്ന ഒരു അധ്യായമാണ്. സൗഖ്യത്തിന്റെ ഉത്സവം നടന്ന ഒരു അധ്യായമാണ്. പെട്ടെന്ന് ഓടിച്ചോടിച്ച് നമുക്ക് ഈ സാക്ഷികളെ ഒന്ന് പരിചയപ്പെടാം. ഇന്ന് കർത്തൃദാസ ഒരു സാക്ഷ്യം പറഞ്ഞു. ഒരു അസാധാരണമായ ഒരു എൻകൗണ്ടർ നടന്നു. ആത്മാവിൽ താൻ എടുക്കപ്പെടുവാനിടയായി തീർന്നു. അങ്ങനെ ഒരു അനുഭവം തനിക്കുണ്ടായി. അതോടൊപ്പം തന്നെ ഒരു സൗഖ്യവും സംഭവിച്ചു. അത് നമ്മോട് വിളിച്ചു പറയുന്നത്, ഈ അന്തരീക്ഷം ദൈവത്തിന്റെ അസാധാരണമായ എൻകൗണ്ടറുകൾക്ക് വേണ്ടി ഈ ഓൾട്ടർ ഒരുങ്ങിയിരിക്കുക. അതാരെങ്കിലും വിശ്വസിച്ച് അടുത്തോട്ട് വന്നാൽ നിങ്ങൾക്കും അത് തന്നെ സംഭവിക്കും. അപ്പോൾ തന്നെ അസാധാരണമായ ദൈവിക സൗഖ്യങ്ങൾ നടക്കുന്ന ഒരു സ്ഥലമായി, ഒരു പ്രതലമായി ഈ ഓൾട്ടർ തീരുകയാണ്. എസെക്കിയേലിന്റെ പുസ്തകം 47-ാം അധ്യായത്തിൽ അവിടെ പറയപ്പെടുന്ന ഒരു നദി ആലയത്തിൽ നിന്ന്, മന്ദിരത്തിൽ നിന്ന് ഒഴുകുകയാണ്. There is a river that's flowing from the temple. എസെക്കിയേലിന്റെ പുസ്തകം 47-ാം അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യം നമുക്ക് പെട്ടെന്ന് വായിക്കാം. അവൻ എന്നെ ആലയത്തിന്റെ പ്രവേശനത്തിങ്കൽ മടക്കി കൊണ്ടുവന്നപ്പോൾ, സ്തോത്രം, പ്രൊഫറ്റിക് ആണ്. ഈ ഓൾട്ടറിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഉറവകളെ, നദികളെ തുറക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ ഒരു പ്രവാഹം, ഒരു നദി ഇവിടെ ഒഴുകി തുടർന്നിരിക്കുന്നു. ഒരു പുതിയ ഉറവ, ഒരു പുതിയ സ്ട്രീം ഈ ഓൾട്ടറിൽ നിന്ന് ഒഴുകുകയാണ്, ഈ ആലയത്തിൽ നിന്ന് ഒഴുകുകയാണ്. That's what God is doing. Yes. ആലയത്തിന്റെ ഉമ്മരപ്പടിയുടെ കീഴിൽ നിന്ന് വെള്ളം കിഴക്കോട്ട് പുറപ്പെടുന്നത് ഞാൻ കണ്ടു. അല്പമായിട്ടാണ് അത് ഒഴുകി തുടങ്ങുന്നത്. ആ വെള്ളം കുറച്ച് കഴിയുമ്പോൾ അതിന്റെ അളവ് മാറുകയാണ്, അതിന്റെ ആഴം മാറുകയാണ്. സ്തോത്രം. അത് ചെറിയ നദിയായി, പിന്നെ അതൊരു വലിയ നദിയായി. 7-ാമത്തെ വാക്യത്തിലേക്ക് നമുക്കൊന്ന് പോകാം. ഞാൻ മടങ്ങി ചെന്നപ്പോൾ നദീതീരത്ത് ഇക്കരെയും അക്കരെയും അനവധി വൃക്ഷം നിൽക്കുന്നത് കണ്ടു. അപ്പോൾ അവൻ എന്നോട് അരുളി ചെയ്തത്, ഈ വെള്ളം കിഴക്കേ ഗലീലയിലേക്ക് പുറപ്പെട്ട്, സ്തോത്രം, ഈ വെള്ളം ആലയത്തിൽ നിന്ന് പുറപ്പെടുന്ന ഈ വെള്ളം ഇവിടെ നിൽക്കുകയല്ല. ഇവിടെ നിന്ന് ഒഴുകുന്ന ഈ സൗഖ്യത്തിന്റെ നദി, ഈ അത്ഭുതത്തിന്റെ നദി, ഈ ഉണർവിന്റെ നദി, ഇവിടെ ഈ 4 മതിലുകൾക്ക് ഉള്ളിൽ ഒതുങ്ങി നിൽക്കുന്ന ഒരു നദിയല്ല. ഇതങ്ങോട്ട് ഒഴുകി തുടങ്ങുകയാണ്. ഈ ഓൾട്ടറിൽ നിന്ന് എൻകൗണ്ടറുകളുടെ നദി, പരിശുദ്ധാത്മാവിന്റെ ആഴമായ അഭിഷേകത്തിന്റെ പകർച്ചകളുടെ ഒരു നദി ഒഴുകി തുടങ്ങി. അസാധാരണമായ ദൈവപ്രവർത്തികളുടെ ഒരു നദി ഒഴുകി തുടങ്ങി. ആലയത്തിന്റെ ഉമ്മരപ്പടിയിൽ നിന്ന് അത് ഒഴുകി 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 അതൊരു മഹാനദിയായി. ഒന്ന് നോക്കിയേ, അതെവിടെയാ ചെന്നെത്തുന്നത്? ഗലീലയിലേക്ക് പുറപ്പെട്ട് അരാബയിലേക്ക് ഒഴുകി കടലിൽ വീഴുന്നു. ആലയത്തിൽ നിന്ന് ഒഴുകുന്ന നദി എവിടെ ചെന്ന് വീഴുന്നു? കടലിൽ ചെന്ന് വീഴുന്നു. ഈ കടലിൽ ചെന്ന് വീഴുമ്പോൾ എന്താണ് കടലിന്റെ സ്ഥിതിക്ക് സംഭവിക്കുന്നത്? ഒഴുകി ചെന്ന് വെള്ളം കടലിൽ വീണിട്ട് അതിലെ വെള്ളം പഥ്യമായി തീരും. കടലിലേക്ക് ചെന്ന് വീഴുകയാണ്. നാം ആകുന്ന ആലയത്തിൽ നിന്ന് ഒരു നദി ഒഴുകുകയാണ്. നിങ്ങളാണ് ദൈവത്തിന്റെ ആലയം, ഈ സഭയാണ് ദൈവത്തിന്റെ ആലയം. നിങ്ങളിലൂടെയാണ് ഈ നദി ഒഴുകുന്നത്. പിടികിട്ടിയവർക്കായി ഞാൻ ദൈവത്തെ നന്ദി പറയുന്നു. ഇത് ഈ ചർച്ചിന്റെ 4 വാളുകളുടെ ഉള്ളിലല്ല, ഈ നദി സമുദ്രത്തിലേക്ക്, ഈ നദി അങ്ങോട്ട് ഒഴുകുകയാണ്. ഇവിടെ നിറവ് പ്രാപിച്ച, അഭിഷേകം പ്രാപിച്ച, എൻകൗണ്ടർ പ്രാപിച്ച, പരിശുദ്ധാത്മാവിന്റെ സ്പർശനം പ്രാപിച്ച ജനം ഒഴുകി തുടങ്ങുകയാണ്. വിശ്വസിക്കുന്നവരുടെ ഉള്ളിൽ നിന്ന് ജീവ ജലത്തിന്റെ നദികൾ ഒഴുകുകയാണ്.
അത് ജനലക്ഷങ്ങളിലേക്ക്, ജനകോടികളിലേക്ക് ഈ നദി ഒഴുകുകയാ. ഇവിടെ നിന്ന് ഈ ഉറവ അതൊരു നദിയായി, നിങ്ങളിൽ നിന്നൊരു നദിയായി ജനലക്ഷങ്ങളിലേക്ക് ഒഴുകുകയാണ്. കടലിൽ ചെന്ന് വീഴുമ്പോൾ എന്താ സംഭവിക്കുന്നേ? അതിലെ വെള്ളം പഥ്യമായി തീരുക. ഹീലിംഗ് ഓഫ് ദ വാട്ടേഴ്സ്. ഇവിടെ വെളിപ്പെടുന്ന ഈ സൗഖ്യം, ഈ അഭിഷേകം, ഈ ആത്മനദി അത് ദേശത്തെ സൗഖ്യമാക്കും. ഇവിടുത്തെ സ്ഥിതിഗതികളെ മാറ്റുന്ന ഒരു നദിയാണ്. ഈ ചലനം ഈ പട്ടണത്തെ മാറ്റുമെന്ന് വിശ്വസിക്കുന്നവർ ഒരു നല്ല ആമീൻ പറഞ്ഞാട്ടെ. നിങ്ങൾ നാളുകളായി പ്രാർത്ഥിച്ച് ജാഗരിച്ച് ഉപവസിച്ചതിന്റെ ഒരു നിവൃത്തിയുടെ സീസണിലേക്ക്, വാഗ്ദത്തങ്ങൾ നിവൃത്തിയാകുന്ന ഒരു സീസണിലേക്ക്, മഹത്വം വെളിപ്പെടുന്ന ഒരു സീസണിലേക്ക് നിങ്ങൾ വന്ന് നിൽക്കുകയാണ്. ഈ നദി ഒഴുകി സ്തോത്രം പട്ടണത്തിലേക്ക്, സമൂഹത്തിലേക്ക് വീഴുകയാണ്. സ്തോത്രം. വെള്ളം പഥ്യമായി തീരുകയാണ്. പിന്നെന്താ സംഭവിക്കുന്നത്? എന്നാൽ ഈ നദി ചെന്ന് ചേരുന്നിടത്തൊക്കെയും ചലിക്കുന്ന സകല പ്രാണികളും ജീവിച്ചിരിക്കും. ഈ നദിയുടെ പ്രത്യേകത, ഇത് ചലിപ്പിക്കുന്ന ഒരു നദിയാണ്. ഇത് വെറും വെള്ളമല്ല, വെറും നദിയല്ല, ഇതൊരു ആത്മനദിയാണ്. എവിടെ ചെന്നാലും ഇത് ചലനങ്ങൾ ഉണ്ടാക്കും. അവിടെ സകലതും ജീവിക്കുവാനിടയായി തീരും. അത് ചലിക്കും, അത് ജീവിക്കും. യെസ്. ഈ വെള്ളം അവിടെ വന്നതുകൊണ്ട് ഏറ്റവും വളരെ മത്സ്യമുണ്ടാകുമെന്നല്ല, ഏറ്റവും വളരെ മത്സ്യമുണ്ടാകും. It will be a great multitude of fish. സ്തോത്രം. കടൽ ജനത്തെ കാണിക്കുന്നു, മീനുകൾ മനുഷ്യരെ കാണിക്കുന്നു. ഇവിടെ നിന്ന് ഒഴുകുന്ന ദൈവത്തിന്റെ ഈ ചലനത്തിന്റെ നദി, ഈ സൗഖ്യത്തിന്റെ നദി, ഈ ഉണർവിന്റെ നദി, സ്തോത്രം, ഹല്ലേലൂയ, ചെന്ന് ദേശത്തിലേക്ക് വീണ് അത് പഥ്യമായി അവിടെ ഒരു ചലനം സൃഷ്ടിക്കും. അത് പഥ്യമായി തീരും. ആത്മാക്കളുടെ ഒരു പെരുത്ത മീൻകൂട്ടം അത് ദൈവസഭയിലേക്ക് വരുവാനിടയായി തീരും. A great multitude of fish. Hallelujah. Yes. ഈ നദി ചെന്ന് ചേരുന്നിടത്തൊക്കെയും അത് പഥ്യമായി തീർന്നിട്ട് സകലവും ജീവിക്കും. ജീസസ്. ഹല്ലേലൂയ. അല്പസമയ ആ കാര്യങ്ങളെ ഒന്ന് വീശി പറയാം. ഈ ആത്മനദിക്കായി സ്തോത്രം. ഒരു നദി ഒഴുകിയ ആലയത്തിൽ നിന്ന് ഇന്ന് സ്തോത്രം ഒരു നദി ഒഴുകി തുടങ്ങുകയാണ്. അതിന്റെ തീവ്രത, അതിന്റെ ടൈഡ് വർദ്ധിച്ച് വരികയാണ്. There is a new tide of the Holy Spirit. പരിശുദ്ധാത്മാവിന്റെ ഒരു പുതിയ ടൈഡ് ഇവിടെ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. Hallelujah. It's a healing river. Hallelujah. സൗഖ്യമാക്കുന്ന അത്ഭുതങ്ങളുടെ ആത്മനദിയാണ്. Hallelujah. സകലത്തെയും പഥ്യമാക്കുവാൻ കഴിയുന്ന, സകലത്തെയും ജീവിപ്പിക്കുവാൻ കഴിയുന്ന, സകല ശൂന്യതകളെ മാറ്റുവാൻ കഴിയുന്ന, സകല തകർച്ചകളെയും മാറ്റുവാൻ കഴിയുന്ന, വന്ധ്യതകളെ കട്ട് ചെയ്യുവാൻ കഴിയുന്ന, സകലത്തെയും പഥ്യമാക്കുവാൻ കഴിയുന്ന ഒരു ജീവ നദിയാണ് ഒഴുകി തുടങ്ങുന്ന. സ്തോത്രം. ഹല്ലേലൂയ. 12ാം വാക്യം പറയുന്നു, അതിന്റെ അക്കരെയും ഇക്കരെയും, നദീതീരത്ത് ഇക്കരെയും അക്കരെയും തിന്മാൻ തക്ക ഫലമുള്ള സകലവിധ വൃക്ഷങ്ങളും വളരും. ഫലപുഷ്ടിയുള്ള ഒരു അന്തരീക്ഷം. അതിന്റെ ഇലകൾ, അവയുടെ ഇല വാടുകയില്ല, ഫലമില്ലാതെ പോകുകയുമില്ല. യെസ്. അതിലെ വെള്ളം വിശുദ്ധ മന്ദിരത്തിൽ നിന്ന് ഒഴുകി വരുന്നത് കൊണ്ട് അവ മാസം തോറും പുതിയ ഫലം കായ്ക്കും. അവയുടെ ഫലം തിന്മാനും അവയുടെ ഇല ചികിത്സയ്ക്കും ഉതകും. അവയുടെ ഇല ചികിത്സയ്ക്ക്, സൗഖ്യത്തിന് വേണ്ടി. Their leaves will be for healing. Hallelujah. ആലയത്തിൽ നിന്ന്, ഈ ഓൾട്ടറിൽ നിന്ന് ഒരു ദൈവിക സൗഖ്യത്തിന്റെ നദി ഒഴുകി തുടങ്ങി. A river is flowing. പരിശുദ്ധാത്മാവിന്റെ ഒരു നദി, അത് സൗഖ്യമാക്കുന്ന, അത്ഭുതങ്ങളെ സൃഷ്ടിക്കുന്ന ഒരു നദി ഒഴുകി തുടങ്ങി. ഹല്ലേലൂയ. ആമേൻ, ആമേൻ, ആമേൻ. മത്തായിയുടെ സുവിശേഷം 8ാം അധ്യായം അതിന്റെ ആദ്യത്തെ 3 വാക്യങ്ങൾ പെട്ടെന്ന് നമുക്ക് മലയിൽ നിന്ന് ഇറങ്ങി വന്നാറേ വളരെ പുരുഷാരം അവനെ പിന്തുടർന്നു. സാക്ഷ്യങ്ങൾ നിരത്തുകയാണ് പരിശുദ്ധാത്മാവ് മത്തായിയിൽ കൂടെ. ഈ സുവിശേഷം എഴുതുമ്പോൾ 8ാം അധ്യായം സ്പെഷ്യൽ ചാപ്റ്റർ ആണ്. യേശു ആരാണ്? അവർ ഇന്നലെയും ഇന്നും എന്നേക്കും അന്യനായവൻ. ജീസസ് ക്രൈസ്റ്റ് ഈസ് ദ സെയിം യെസ്റ്റർഡേ, ടുഡേ and forever. യേശു എന്തിനാ വന്നത്? അതെ, മനുഷ്യകുലത്തെ രക്ഷിക്കുവാൻ, മനുഷ്യന്റെ പാപത്തെ മോചിക്കുവാൻ, ക്രൂശിൽ മരിക്കുവാൻ യേശു വന്നു. നിത്യജീവൻ മനുഷ്യനെ നേടിത്തരുവാൻ, സ്വർഗം ഭൂമിയിൽ വെളിപ്പെടുത്തുവാൻ, ദൈവരാജ്യം സ്ഥാപിക്കുവാൻ യേശു വന്നു. യോഹന്നാന്റെ സുവിശേഷം 1ാം അധ്യായം 18ാം വാക്യം പറയുന്നു, യേശു വന്നത് പിതാവിനെ വെളിപ്പെടുത്തുവാൻ. എത്ര നല്ല പിതാവാണ് യഹോവയായ ദൈവം! എത്ര നല്ല പിതാവാണ് നമ്മുടെ ദൈവം! ദൈവത്തെ പരിചയപ്പെടുത്തുവാൻ, വെളിപ്പെടുത്തുവാൻ, അദൃശ്യനായിരിക്കുന്ന, നമ്മുടെ കണ്ണുകൾ കൊണ്ട് കാണുവാൻ കഴിയാത്ത ഈ സ്വർഗീയ പിതാവിനെ വെളിപ്പെടുത്തുവാൻ പിതാവിന്റെ മാറോട് ചേർന്നിരുന്ന പുത്രൻ വരികയാണ്. യേശു ചെയ്യുന്ന ഓരോ പ്രവൃത്തികളിലൂടെ എന്താ സംഭവിക്കുന്നത്? You can see the Father. എന്നെ കാണുന്നവൻ പിതാവിനെ കണ്ടിരിക്കുന്നു. If you've seen me, you've seen the Father. എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടു. യേശു എന്താ ചെയ്യുന്നത്? പിതാവിനെ വെളിപ്പെടുത്തുക.
യേശുവിന്റെ അസൈൻമെന്റ് എന്താണ്? ഹീസ് ഡിസ്പ്ലേയിങ് ദ ഫാദർ. മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായം. ഈ ദൈവം സൗഖ്യങ്ങളുടെ ദൈവമാണ്. യഹോവ റാഫയായ ദൈവമാണ്. അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന ദൈവമാണ്. സ്തോത്രം. വിടുവിക്കുന്ന ദൈവമാണ്. മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായം ആദ്യത്തെ മഹാ അത്ഭുതം നടക്കുന്നത് ഒരു കുഷ്ഠരോഗി സൗഖ്യമാകുകയാണ്. കർത്താവ് 2-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. അപ്പോൾ ഒരു കുഷ്ഠരോഗി വന്ന് അവനെ നമസ്കരിക്കുകയാണ്. കർത്താവേ, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കുവാൻ കഴിയുമെന്ന് പറഞ്ഞു. ആ സമയത്ത് കുഷ്ഠം സൗഖ്യമാക്കുവാനുള്ള മരുന്ന് കണ്ടുപിടിച്ചിട്ടില്ല. അങ്ങനെയുള്ള മരുന്നില്ല, അങ്ങനെയുള്ള ചികിത്സയില്ല. കുഷ്ഠം വന്നാൽ കുഷ്ഠം പിടിച്ച് മരിക്കും. ശരീരം മൊത്തവും വ്രണങ്ങളാകും. വീട്ടുകാർ പുറത്ത് തള്ളിക്കളയും. അത് ഭാര്യയാണെങ്കിലും ഭർത്താവാണെങ്കിലും മക്കളാണെങ്കിലും അപ്പനാണെങ്കിലും അമ്മയാണെങ്കിലും അവർ അശുദ്ധരായി തീരും. പിന്നെ അവർക്ക് ഭവനത്തിൽ പാർക്കുവാൻ കഴിയുകയില്ല. അത് എത്ര വലിയ ബന്ധമാണെങ്കിലും അവർ പട്ടണത്തിന് പുറത്ത് താമസിക്കണം. അങ്ങനെ ആശയറ്റ വാതിലുകൾ അടഞ്ഞ് നിരാശയിലായിരിക്കുന്ന പട്ടണത്തിലേക്ക് വരുമ്പോൾ വിളിച്ചു പറയണം, അശുദ്ധൻ, അശുദ്ധൻ, അശുദ്ധൻ. പറയാതെ കാണാൻ അടുത്ത് വന്നു കഴിഞ്ഞാൽ കല്ലെറിഞ്ഞ് കൊല്ലുന്ന ഒരു ശിക്ഷയാണ് അവർക്കുള്ളത്. എന്തോ ഈ കുഷ്ഠരോഗിക്ക് മനസ്സിലായി യേശു വ്യത്യസ്തനാണെന്ന്, കരുണയുടെ ഉറവിടമാണെന്ന്. അതിനു മുമ്പേ ഒരു കുഷ്ഠരോഗി പോലും സൗഖ്യമായിട്ടില്ല. വന്നു കഴിഞ്ഞാൽ എല്ലാവരും ആട്ടി ഓടിക്കും, തുപ്പും, കല്ലെറിഞ്ഞ് കൊല്ലും. പക്ഷെ എന്തോ യേശുവിൽ ഒരു വ്യത്യാസം കണ്ടു. ഓടി വരികയാ, കർത്താവിന്റെ കാൽക്കൽ വീഴുകയാ. എന്താ പറയുന്ന ഗുരു? നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കുവാൻ കഴിയുമെന്ന് പറഞ്ഞു. എനിക്കറിയാം നിനക്ക് ശുദ്ധമാക്കുവാൻ കഴിയും. പക്ഷെ മനസ്സുണ്ടോ? ഞാൻ അശുദ്ധനല്ലേ, പുറന്തള്ളപ്പെട്ടവനല്ലേ? മനസ്സുണ്ടെങ്കിൽ എന്നെ സൗഖ്യമാക്കണമേ. ഹല്ലേലൂയ. സൗഖ്യമാക്കുന്ന ദൈവത്തിന്റെ കരം ഈ വാക്കുകളിലൂടെ. ഫെയ്ത്ത് അൺലോക്സ് ദ റെൽംസ് ഓഫ് ദ സ്പിരിറ്റ്. വിശ്വാസം ദൈവത്തിന്റെ റെലത്തെ തുറക്കും. ദൈവത്തിന്റെ അത്ഭുതങ്ങളുടെ വാതിലുകളെ തുറക്കും. ഹല്ലേലൂയ. ദൈവം ആരാണെന്ന് കണ്ടൊന്ന് വിശ്വസിക്കുവാൻ തുടങ്ങിയാൽ faith will unlock the realms of God. Faith prepares the way for the supernatural. ഈ കുഷ്ഠരോഗിക്ക് പറയാനുള്ളത്, വഴി അടഞ്ഞെങ്കിലും സാധ്യതയില്ലെങ്കിലും എന്നെ സൗഖ്യമാക്കിയ ദൈവം നിങ്ങളെ സൗഖ്യമാക്കുവാൻ കഴിയും. ഒരു മാറാരോഗമായിരുന്നു. മാറാരോഗത്തിൽ നിന്ന് സൗഖ്യമാക്കുവാൻ മനസ്സുണ്ടോ എന്ന് ചോദിച്ചു പോയതാ ഞാൻ. അപ്പോൾ യേശു എന്താ ചെയ്തത്? അവൻ കൈ നീട്ടി അവനെ തൊട്ടു. അവൻ കൈ നീട്ടി അവനെ തൊട്ടു. എനിക്ക് മനസ്സുണ്ട്, എനിക്ക് മനസ്സുണ്ട്, നീ ശുദ്ധമാകാ എന്ന് പറഞ്ഞു. നീ ശുദ്ധമാകാ. ഉടനെ കുഷ്ഠം മാറി അവൻ ശുദ്ധമായി. സ്തോത്രം. ഈ ഓൾട്ടറിൽ നിന്ന് ഒഴുകുന്ന ഒരു നദിയുണ്ട്. അത് സൗഖ്യത്തിന്റെ നദിയാ. യഹോവ റാഫയായ ദൈവത്തെ പരിചയപ്പെടുത്തുന്ന ഒരു നദിയാ ഒഴുകുന്നത്. അതുകൊണ്ട് ഈ മീറ്റിങ്ങുകളിൽ നിങ്ങൾ സൗഖ്യമാകും. അത് എത്ര കഠിനമായ രോഗമാണെങ്കിൽ, മാറാ രോഗമാണെങ്കിൽ, ക്യാൻസർ പോലുള്ള രോഗമാണെങ്കിലും ഈ ആത്മനദിയിൽ ആ മരം പിഴുതെറിയപ്പെടും. I rebuke the spirit of cancer in the name of Jesus. ക്യാൻസറിന്റെ ദുരാത്മാവിനെ, ദുഷ്ടാത്മാവിനെ, ജീവിതങ്ങളെ തകർക്കുന്ന, നരകതുല്യമാക്കുന്ന ആ പൈശാചിക മണ്ഡലത്തെ കർത്താവിന്റെ നാമത്തിൽ പിഴുതെറിയുന്നു. ഇവിടെ ഒരു അഭിഷേകം വെളിപ്പെടുന്നു. ഇവിടെ ഒരു ആത്മനദി ഒഴുകുന്നു. ഇവിടെ എന്തോ ദൂതന്മാർ ഇറങ്ങി പ്രവർത്തിക്കുന്നു. ഈ കുഷ്ഠരോഗിക്ക് പറയുവാനുള്ളത്, ദൈവത്തിന് മനസ്സുണ്ട്. മനസ്സുണ്ടോ എന്ന് ചോദിച്ചാ പോയത്. യേശു പറഞ്ഞു, എനിക്ക് മനസ്സുണ്ട്. പണ്ട് കാലങ്ങളിൽ എല്ലാവരും പ്രാർത്ഥിക്കുകയാണ്, കർത്താവേ അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ സൗഖ്യമാക്കണമേ. ഈ കുഷ്ഠരോഗി പറയുക, ഒരിക്കലായി യേശു ദൈവത്തിന്റെ മനസ്സിനെ വെളിപ്പെടുത്തുക. നിങ്ങൾ അങ്ങനെ പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ല. ദൈവമേ മനസ്സുണ്ടെങ്കിൽ എന്നെ സൗഖ്യമാക്കാം. 2000 വർഷങ്ങൾക്ക് മുമ്പേ കാൽവറിയിൽ യേശു മരിച്ചത്, യാഗമായി തീർന്നത്, അവന്റെ ശരീരം മുറിക്കപ്പെട്ടത്, തകർക്കപ്പെട്ടത്, ആ രക്തം ചൊരിഞ്ഞത് നമ്മോട് വിളിച്ചു പറയുന്നു, യേശുവിന് മനസ്സുണ്ട്. നിങ്ങളുടെ പാപം ക്ഷമിക്കുവാൻ, നിങ്ങളുടെ ജീവിതത്തിന്റെ അവസ്ഥകളെ മാറ്റുവാൻ, നിത്യനാശത്തിൽ നിന്ന്, നരകത്തിൽ നിന്ന് നിത്യജീവനിലേക്ക് പ്രവേശിക്കുവാൻ, നിങ്ങൾക്ക് മോക്ഷം തരുവാൻ, രക്ഷ തരുവാൻ യേശുവിന് മനസ്സുണ്ട്. ദൈവത്തിന്റെ കുഞ്ഞാടായി ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടാണ് ഈ കുരിശ്, ഈ ക്രൂശിലുള്ള യേശുവിന്റെ യാഗം വിളിച്ചു പറയുന്നത്. മനസ്സുണ്ട് എനിക്ക്. നീ എത്ര കൊടും പാപിയാണെങ്കിലും, നിന്റെ പാപം എത്ര കൊടും ചുവപ്പാണെങ്കിലും, നിനക്കൊരു പുതിയ ജീവൻ തരുവാൻ, നിന്റെ പാപങ്ങൾ ക്ഷമിക്കുവാൻ, നിന്നെ കഴുകുവാൻ, നിന്നെ എന്റെ സ്വന്തമാക്കുവാൻ എന്റെ അപ്പനെ അയച്ചതാ. ഏലി ഏലി ലമാ ശബക്താനി, ദൈവമേ ദൈവമേ എന്നെ കൈവിട്ടത് എന്ന് ഞാൻ കരഞ്ഞപ്പോൾ, നിന്നെ ചേർക്കുവാൻ, എന്നെ ചേർക്കുവാൻ അപ്പൻ മകനെ കൈവിട്ടു, യേശുവിനെ കൈവിട്ടു. അവന്റെ ശരീരം അടിക്കപ്പെട്ടു, മുറിവേൽക്കപ്പെട്ടു. നമ്മുടെ പാപത്തിന് വേണ്ടിയുള്ള പരിഹാരം ക്രൂശിൽ യേശു കൊടുത്തു തീർത്തു. അപ്പോൾ തന്നെ നമ്മുടെ രോഗത്തിന് വേണ്ടിയുള്ള ആ വിലയും, ആ ഡബിൾ ക്യൂർ, ആ കൈ ഉയർത്തി പറയാം, ആ ഡബിൾ ക്യൂർ, നമ്മുടെ പാപത്തിന്റെയും നമ്മുടെ രോഗത്തിന്റെയും വില ഒരുമിച്ച് കൊടുത്തു തീർത്തു. അതുകൊണ്ടാണ് ഈശാപ്രവാചകന്റെ പുസ്തകം 53-ാം അധ്യായം 4-5 നമ്മുടെ അകൃത്യങ്ങൾക്ക് വേണ്ടി, നമ്മുടെ അതിക്രമങ്ങൾക്ക് വേണ്ടി യേശു തകർക്കപ്പെട്ടു. ഈശാപ്രവാചകന്റെ പുസ്തകം 53-ാം അധ്യായം 4-5 ഒന്ന് വായിച്ചു കേൾക്കാം. സ്തോത്രം. എന്നാൽ അവൻ നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റും, അവൻ നമ്മുടെ നമ്മുടെ പാപങ്ങൾ, അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റും, നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം തകർന്നുമിരിക്കുന്നു, അകൃത്യങ്ങൾ നിമിത്തം തകർന്നുമിരിക്കുന്നു. നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ അവന്മേലായി,
നമ്മുടെ സമാധാനത്തിന്റെ ശിക്ഷ അവന്റെ മേലായി, അവന്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു. അപ്പോൾ രോഗത്തിന്റെ സൗഖ്യവും പാപത്തിൽ നിന്നുള്ള വിടുതലും സൗഖ്യവും ഈ രണ്ട് വാക്കുകളിൽ കോർത്തിണക്കിയിരിക്കുക. Wherever God makes a cure for sin, there is a cure for sickness. It's a double cure. അതിനെ വേർപിരിക്കുവാൻ കഴിയാത്ത രീതിയിൽ അത് രണ്ടും ഒരു നാണയത്തിന്റെ രണ്ട് വശം പോലെ പാപത്തിൽ നിന്ന് ക്ഷമിക്കുവാൻ കഴിയുന്ന യേശു നിങ്ങളെ രോഗത്തിൽ നിന്ന് ക്ഷമിക്കുവാൻ, രോഗത്തിൽ നിന്ന് വിടുവിക്കുവാൻ കഴിയും. ദുരാത്മബാധകളിൽ നിന്ന് നിങ്ങളെ വിടുവിക്കാൻ കഴിയും. ഹല്ലേലൂയ. കാൽവറി ക്രൂശിൽ അവൻ തകർന്നത് നിങ്ങളുടെ പാപത്തെ ക്ഷമിക്കുവാനാണെങ്കിൽ അതുപോലെ തന്നെ നിങ്ങളുടെ രോഗത്തിൽ നിന്ന് നിങ്ങൾക്ക് അറുതി വരുത്തുവാൻ യേശു ആ വില കൊടുത്ത് തീർത്തിരിക്കുന്നു. സ്തോത്രം. അവന്റെ അടിപ്പിണരുകളാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നുമിരിക്കുന്നു. ഇന്ന് ശരീരത്തിൽ രോഗം അനുഭവിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സ്തോത്രം, രോഗമുള്ള ഭാഗത്ത് നിങ്ങൾ കൈവച്ചാൽ മതി. ഇവിടെ ഒഴുകുന്ന ഈ സൗഖ്യത്തിന്റെ അഭിഷേകം, ഈ നദി നിങ്ങളെ സ്പർശിക്കും. നിങ്ങൾ സൗഖ്യമായി തീരും. അതിന്റെ പ്രസംഗത്തിന്റെ മിടുക്കല്ല, എന്റെ മേൽ വ്യാപരിക്കുന്ന അഭിഷേകത്തിന്റെ ഘനമല്ല, അത് ദൈവവചനത്തിന്റെ സ്തോത്രം സത്യവും പ്രമാണവുമായതുകൊണ്ട് അതാരെങ്കിലും വിശ്വസിച്ചാൽ നിങ്ങൾ സൗഖ്യമാകുന്ന എന്താ ഡോക്ടറെ ഗ്യാരണ്ടി ഉള്ളത്? ഗ്യാരണ്ടി എന്റെ അല്ല, ദൈവത്തിന്റെ ഗ്യാരണ്ടിയാണ്. The guarantee is not man's, the guarantee is God's guarantee. That if you will believe, നിങ്ങൾ വിശ്വസിച്ചാൽ അവന്റെ അടിപ്പിണരുകളാൽ നിങ്ങൾക്ക് സൗഖ്യം സംഭവിക്കും. മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായം സൗഖ്യത്തിന്റെ ഒരു മഹാനദി ഒഴുകുകയാണ് ആ അധ്യായത്തിൽ. It's a great chapter on divine healing. ആരുടെ മനസ്സിൽ ഒരു സംശയമില്ലാത്ത രീതിയിൽ ദൈവവചനം സ്ഥാപിക്കുകയാണ്. മനുഷ്യന്റെ പാപത്തെ മാത്രം ക്ഷമിക്കുവാൻ കഴിയുന്ന ഒരു ദൈവമല്ല, എങ്ങനെ പാപത്തെ ക്ഷമിക്കുന്നു അതേപോലെ തന്നെ രോഗത്തെ സൗഖ്യമാക്കുവാൻ ഹൃദയവും മനസ്സും ഉള്ളൊരു ദൈവമാണെന്ന്. ഹല്ലേലൂയ. എനിക്ക് മനസ്സുണ്ട്. വാക്ക് പറഞ്ഞ് സൗഖ്യമാക്കിയാൽ മതി യേശുവിന്. പഴയ നിയമത്തിൽ ഒരു കുഷ്ഠരോഗിയെ തൊട്ടാൽ ആ വ്യക്തി അശുദ്ധനാകും. പക്ഷെ യേശു എന്താ ചെയ്യുന്നേ? സ്തോത്രം. മർക്കോസ് പറയുന്നു, യേശു മനസ്സലിഞ്ഞു. നിങ്ങൾക്ക് ദൈവം മനസ്സലിവ് തരട്ടെ. രോഗികളെ കാണുമ്പോൾ, രോഗത്തിന്റെ ബന്ധനത്തിലൂടെ ജനം കടന്നു പോകുമ്പോൾ, ജനം വേദന അനുഭവിക്കുമ്പോൾ, നരകതുല്യമായ യാതനകൾ അനുഭവിക്കുമ്പോൾ, നിങ്ങൾക്ക് കണ്ണുനീര് വരുന്നില്ലെങ്കിൽ, നിങ്ങളുടെ ഹൃദയം ഞുറുങ്ങുന്നില്ലെങ്കിൽ, നിങ്ങളുടെ ഹൃദയത്തിൽ ഭാരമില്ലെങ്കിൽ, സൗഖ്യം, അത്ഭുതങ്ങൾ അവിടെ ഒഴുകുകയില്ല. കമ്പാഷൻ is the mother of miracles. അപ്പോൾ അത്ഭുതങ്ങളുടെ ആ പ്രതലം തുറക്കണമെങ്കിൽ എന്ത് വേണം? മനസ്സലിവ്, കമ്പാഷൻ. വേദനിക്കുന്ന, രോഗത്തിലായിരിക്കുന്ന, പീഡനത്തിൽ കൂടെ പോകുന്ന ഒരു സഹോദരനെ കാണുമ്പോൾ, ഒരു സഹോദരിയെ കാണുമ്പോൾ, ഒരു വ്യക്തിയെ കാണുമ്പോൾ നിങ്ങളുടെ ഹൃദയം പിടച്ചാൽ, you are a channel for God's miracle working power. Hallelujah. Jesus moved with compassion. മനസ്സലിഞ്ഞ് യേശു ഈ കുഷ്ഠരോഗിയെ തൊടുകയാണ്. And says, I am willing. എനിക്ക് മനസ്സുണ്ട്. ഒരിക്കലായി യേശു വ്യക്തത കൊണ്ടുവരികയാണ്. അപ്പോൾ നീ ഒരു രോഗിയെ കാണുമ്പോൾ സൗഖ്യമാക്കൂ, സൗഖ്യമാക്കത്തില്ലേ എന്നുള്ള സംശയത്തിന് ആവശ്യമുണ്ടോ? ഹല്ലേലൂയ. ഇല്ല. ഒരു പാപി മാനസാന്തരപ്പെടണമെന്ന് ഒരു സംശയമുണ്ടോ? നിങ്ങളൊരു പാപിയെ കാണുമ്പോൾ, അല്ലെങ്കിൽ യേശുവിനെ അറിയാത്ത ഒരു അവിശ്വാസിയെ കാണുമ്പോൾ സുവിശേഷം പറയണോ വേണ്ടായോ? ദൈവത്തിന് രക്ഷിക്കാൻ മനസ്സുണ്ടോ? മനസ്സില്ലേ? എന്നൊരു ആശയക്കുഴപ്പം ആർക്കെങ്കിലും ഉണ്ടോ? കിട്ടുന്ന ആദ്യത്തെ ചാൻസിൽ എന്താ നിങ്ങൾ ചെയ്യുന്നത്? ആ സുവിശേഷം പറയും. നമ്മുടെ ഉത്തരവാദിത്തമാണ് പറയേണ്ടത്, അവരുടെ ഉത്തരവാദിത്തമാണ് അത് വിശ്വസിക്കേണ്ടത്. ദൈവത്തിന്റെ ഉത്തരവാദിത്തമാണ് ഈ വെളിച്ചം അവരുടെ ഹൃദയത്തിലേക്ക് പകരേണ്ടത്. നമ്മൾ നമ്മുടെ ഉത്തരവാദിത്തം ചെയ്താൽ, അവർ ഹൃദയം തുറന്നാൽ ഒരു ദൈവ പ്രവൃത്തി നടക്കും. അങ്ങനെയല്ലേ നമ്മളെല്ലാം രക്ഷിക്കപ്പെട്ടത്? അങ്ങനെയല്ലേ നമ്മളെല്ലാം വീണ്ടും ജനിച്ചത്? വ്യത്യസ്തമായ കുടുംബങ്ങളിൽ കിടന്ന് നമ്മൾ ഓരോരുത്തരും എങ്ങനെയാണ് യേശുവിനെ കണ്ടുമുട്ടിയത്? എങ്ങനെയാണ് രക്ഷിക്കപ്പെട്ടത്? ആരോ അവരുടെ ഉത്തരവാദിത്തം ചെയ്തപ്പോൾ, ആ സുവിശേഷത്തിന്റെ ആ സത്യം എന്റെ ഹൃദയത്തിലേക്ക് അവരൊന്ന് പ്രകാശിപ്പിച്ചപ്പോൾ, ആ ലൈറ്റ് നടിച്ചപ്പോൾ, സ്തോത്രം, ഹല്ലേലൂയ, എന്റെ ഹൃദയം ഞാനൊന്ന് തുറന്നപ്പോൾ പരിശുദ്ധാത്മാവിന്റെ ഒരു പ്രവൃത്തി അവിടെ നടന്നു. ഞാൻ രക്ഷിക്കപ്പെടുവാൻ ഇടയായി തീർന്നു. ഈ സൗഖ്യത്തിന്റെ ലൈറ്റ് നിങ്ങളൊന്ന് അടിച്ചാൽ, നമ്മുടെ ഉത്തരവാദിത്തമാണ് ലൈറ്റ് അടിക്കുക. അവരുടെ ഉത്തരവാദിത്തമാണ് അത് വിശ്വസിക്കുക. ഹല്ലേലൂയ. നാം നമ്മുടെ ഉത്തരവാദിത്തം ചെയ്താൽ, അവരുടെ ഭാഗം ചെയ്താൽ, അവിടെ ദൈവത്തിന്റെ സൗഖ്യത്തിന് ഒരു കരം വെളിപ്പെടും, നിശ്ചയം. ഹല്ലേലൂയ. ഈ കുഷ്ഠരോഗിക്ക് വിളിച്ചു പറയാനുള്ളത്, ദൈവത്തിന് മനസ്സുണ്ട്, സംശയിക്കേണ്ട. അത് എത്ര കഠിനമായ രോഗമാണെങ്കിലും, എത്ര വലിയ രോഗമാണെങ്കിലും, എത്ര മാറാ രോഗമാണെങ്കിലും, വൈദ്യന്മാരിൽ വൈദ്യനാണ് എന്റെ യേശു. യഹോവ റാഫയാണ്. അവന്റെ അടുക്കൽ ഗിലെയാദിന്റെ തൈലമുണ്ട്. അവൻ നിങ്ങളെ സൗഖ്യമാക്കും, നിശ്ചയം. അവൻ നിങ്ങളെ മാറ്റി നിർത്തുകയില്ല. യേശുവിന്റെ അടുക്കൽ വന്ന ഒരു രോഗിയെ പോലും ദൈവത്തിന് മനസ്സില്ല. നിങ്ങൾ പോയിക്കോ. ആരെങ്കിലും കർത്താവ് പറഞ്ഞു വിട്ടോ? 10 കുഷ്ഠരോഗികൾ വന്നു കർത്താവിന്റെ അടുക്കിലേക്ക്. 10 പേരും നിലവിളിച്ചു, കർത്താവേ. ആരെങ്കിലും മാറ്റി നിർത്തിയോ? കൂട്ട ഹോൾസെയിൽ സൗഖ്യം നടക്കുക. മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായത്തിൽ സൗഖ്യത്തിന്റെ നദി ഒഴുകുക. 10 കുഷ്ഠരോഗികൾ സൗഖ്യമാകുക. ഒരു വ്യക്തിയെ തിരിച്ചു വന്ന് സാക്ഷ്യം പറഞ്ഞോളൂ. 10 പേരും സൗഖ്യമായി. 10 പേരും വഴി യാത്രയിൽ ഒറ്റ വാക്ക് പറഞ്ഞതേ ഉള്ളൂ, 10 പേരും സൗഖ്യമായി. പക്ഷേ ഈ മനുഷ്യനെ കർത്താവ് തൊടുകയാണ്. നമുക്കൊരു ദൃഷ്ടാന്തമായ, ഒരു മാതൃകയായ, ഒരു സാക്ഷ്യമായി മനസ്സലിയുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. ആരൊക്കെ തിരസ്കരിച്ചാലും, ആരൊക്കെ തള്ളിക്കളഞ്ഞാലും, ആരൊക്കെ എഴുതി കളഞ്ഞാലും,
ഇത്ര വലിയ ഡോക്ടറിന്റെ റിപ്പോർട്ട് നമ്മൾ കൈപിടിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിലും ഇന്ന് ഈ വചനം കേൾക്കുന്ന നിങ്ങളോടാണ് ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കുന്നത്. നിങ്ങൾ യേശുവിനെ ഒന്ന് വിളിച്ചാൽ, അവനെ വിളിച്ചപേക്ഷിക്കുന്നവരെ അവൻ വിടുവിക്കുമെന്ന ദൈവത്തിന്റെ ദൂത് നിങ്ങളൊന്ന് ഏറ്റെടുത്ത് യേശുവേ എന്നൊന്ന് വിളിച്ചാൽ ആ ക്യാൻസറിന്റെ ദുരാത്മാവ് നിങ്ങളെ വിട്ടുപോകും. ആ ആർത്തറൈറ്റിസ് സൗഖ്യമാകും. ആ മൈഗ്രെയിൻ സൗഖ്യമാകും. ആ തലച്ചോറിലുള്ള ട്യൂമർ സൗഖ്യമാകും. സൗഖ്യത്തിന്റെ ഒരു പെരുമഴ വൈകിയാണ്. നിങ്ങളുടെ സൗഖ്യത്തെ തടസ്സപ്പെടുത്തുവാൻ, നിങ്ങളുടെ അത്ഭുതത്തെ തടസ്സപ്പെടുത്തുവാൻ നിങ്ങൾക്കല്ലാതെ നരകത്തിന് ഒരു ശക്തിക്കും കഴിയുകയില്ല. നിങ്ങൾ വിശ്വസിച്ചാൽ ആ സൗഖ്യം നിങ്ങൾക്കായി വെളിപ്പെടുവാൻ ഇടയായിത്തീരും. ആമേൻ, ഹല്ലേലൂയ. മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായത്തിൽ ഒരു ശതാധിപൻ കർത്താവിന്റെ അടുക്കലേക്ക് വരികയാണ്. 100 സൈനികരുടെ മേൽ മേധാവിയായിരിക്കുന്ന ശതാധിപൻ വരികയാ. കർത്താവേ, ബാല്യക്കാരൻ ദീനമായിരിക്കുന്നു, വളരെ ദീനമായിരിക്കുന്നു, മരിക്കാറായിരിക്കുന്നു, കർത്താവേ സഹായിക്കണമേ. കർത്താവ് പറയുക, വരാം, നമുക്ക് പോകാം, നമുക്ക് അവനെ സൗഖ്യമാക്കാം. പക്ഷെ ശതാധിപൻ പറയാ, കർത്താവ് അത്രയൊന്നും വേണ്ട, എന്റെ പുരയ്ക്കകത്ത് വരുവാൻ ഞാൻ യോഗ്യനല്ല, അത്ര യോഗ്യതയൊന്നുമില്ല, ഞാനും അധികാരത്തിലുള്ള ഒരു മനുഷ്യനാണ്. ഒരുവനോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞാൽ ഇങ്ങോട്ട് വരും, അങ്ങോട്ട് പോകുവാൻ പറഞ്ഞാൽ അങ്ങോട്ട് പോകും. ഒരു വാക്ക് കർത്താവ് പറയാ, ഞാൻ വരാം, തൊട്ട് സൗഖ്യമാക്കാം. ഈ ശതാധിപൻ പറയാ, ഡോണ്ട് ട്രബിൾ മാസ്റ്റർ, അതിന്റെ ഒന്നും ആവശ്യമില്ല, അങ്ങയുടെ ഒരു വാക്കിന് എന്നെ രോഗത്തെ സൗഖ്യമാക്കാം. തൊടുവോ സ്പർശിക്കുകയോ ഒന്നും വേണ്ട. അധികാരത്തെ നന്നായി തിരിച്ചറിയുന്നവനാണ് ഞാൻ. സീസറിന്റെ അധികാരത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു മനുഷ്യനാണ്. സീസർ എന്റെ വീട്ടിൽ വന്ന് പറയണ്ട, അത് പോയി അത് ചെയ്യാമോ, എന്നോട് കൽപ്പിച്ചാൽ ഞാൻ അത് ചെയ്യുവാൻ ബാധ്യസ്ഥനാണ്. എന്റെ കീഴിൽ 100 പടയാളികളുണ്ട്, അവരോട് പറഞ്ഞാൽ അവരത് ചെയ്യും. അങ്ങൊരു വാക്ക് കൽപ്പിച്ചാൽ മതി. ഒരു വാക്ക്. യേശു വിസ്മയിക്കുകയാ, ആശ്ചര്യപ്പെടുകയാ. ഇസ്രായേലിൽ ഇത്ര വലിയ വിശ്വാസം ഞാൻ കണ്ടിട്ടില്ല. I have not seen such great faith. മൂന്നാമത്തെ മഹാ അത്ഭുതം നടക്കുന്നത്, പത്രോസിന്റെ അമ്മായിമ്മ പനി ബാധിച്ച്, രോഗം ബാധിച്ച് കിടക്കുകയാണ്. തീവ്രമായ പനിയാണ് അല്ലേ, ഇന്നത്തെ കോവിഡ് പോലെ, ഡെങ്കിപ്പനി പോലെ മാറാ രോഗമായ ഒരു പനിയാണ്. കർത്താവ് വരുന്നു, ആ പനിയെ ശാസിക്കുന്നു, ഒരു ദുരാത്മാവിനെ ശാസിക്കുന്ന പോലെ ഫൽസിക്കുന്നു, അതിനെ പിടിച്ചെഴുന്നേൽപ്പിക്കുന്നു, സൗഖ്യം വെളിപ്പെടുന്നു. ദുരാത്മാക്കളെ പുറത്താക്കുവാൻ കഴിയുന്ന ഇന്ന് അങ്ങനെ പൈശാചിക പീഡനത്തിലാണെങ്കിൽ നിങ്ങളെ സൗഖ്യമാക്കുവാൻ, നിങ്ങളെ വിടുവിക്കുവാൻ, നിങ്ങൾ ദുരാത്മാക്കളെ പുറത്താക്കുവാൻ, അതിൽ നിന്ന് മോചനം തരുവാൻ യേശുവിന് കഴിയും. സ്തോത്രം, ഹല്ലേലൂയ. അക്കര ഉയർത്തി ഒരു നല്ല ഹല്ലേലൂയ പറയാം. എന്തെങ്കിലും പൈശാചിക പീഡനത്തിൽ കൂടെ കടന്നു പോകുന്ന ഒരു വ്യക്തിയാണ് നിങ്ങൾ. രാത്രിയിൽ ഉറക്കമില്ല, മാനസികമായിട്ടുള്ള വിഭ്രാന്തികൾ, ആസക്തികളിൽ കുടുങ്ങിയിരിക്കുകയാണ്, ഭയമാണ്, പേടിയാണ്, വന്ധ്യത, എല്ലാത്തിലും പരാജയപ്പെടുകയാണ്, മുന്നേറുവാൻ കഴിയുന്നില്ല. അങ്ങനെ ഒരു വ്യക്തിയാണെങ്കിൽ ഈ ഓൾട്ടറിൽ ദൈവത്തിന്റെ സൗഖ്യം ഒഴുകുന്നു. ബ്ലഡ് സംബന്ധമായ രോഗങ്ങൾ ഉണ്ടെങ്കിൽ, ശ്വാസകോശങ്ങൾ സംഭവിച്ച റെസ്പിറേറ്ററി ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മുമ്പോട്ട് വരാം. ബോൺ സംബന്ധമായ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ, സന്ധികളിൽ വേദന, ജോയിന്റുകളിൽ വേദന, ആർത്തറൈറ്റിസിന്റെ വിഷയങ്ങൾ ഉണ്ടെങ്കിൽ മുമ്പോട്ട് വരാം. ആസ്മയുടെ രോഗമുണ്ടെങ്കിൽ മുമ്പോട്ട് വരാം. മാറാത്ത തലവേദനകൾ ഉണ്ടെങ്കിൽ മുമ്പോട്ട് വരാം. നിങ്ങളുടെ വഴി അടഞ്ഞിരിക്കുകയാണ്, ഒരു വഴിയില്ല. എനിക്ക് വേണ്ടി ഒരു അത്ഭുതം കർത്താവേ അങ്ങ് ചെയ്യണം. ഇത് സാമ്പത്തിക മണ്ഡലത്തിൽ ഒരു അത്ഭുതമായിക്കോട്ടെ, കുടുംബ ജീവിതത്തിലായിക്കോട്ടെ, മക്കളുടെ വിഷയത്തിലായിക്കോട്ടെ. God, I need a miracle. I need a miracle. I need a miracle. സ്തോത്രം. കർത്താവേ, എന്നെ ഒന്ന് സ്പർശിക്കണം, ഒരു എൻകൗണ്ടർ എനിക്ക് വേണം, ഒരു ആത്മപകർച്ച വേണമെന്ന് ആഗ്രഹിക്കുന്നവർ ഈ ദൈവസഭയുടെ വേലയ്ക്ക് വേണ്ടി ഞാനും എന്നെ സമർപ്പിക്കുന്നു. ഞാൻ കേട്ടു, ഞാൻ അങ്ങയുടെ ശബ്ദം കേട്ടു, ഞാൻ കേട്ടു. അങ്ങ് സഭയിലൂടെ എന്താ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, ഈ പട്ടണത്തിൽ എന്താ ചെയ്യാൻ ആഗ്രഹിക്കുന്നതെന്ന് ഞാൻ കേട്ടു. കർത്താവേ, ഞാൻ എന്നെ സമർപ്പിക്കുന്നു. അങ്ങയുടെ അഭിഷേകത്തിന്റെ ആഴം എന്നിൽ നിന്ന് വെളിപ്പെടണമേ. സ്തോത്രം. നിങ്ങൾ വിശ്വസിക്കുക. നിങ്ങളുടെ മേൽ ഈ കരം വരുമ്പോൾ പാസ്റ്റർജിത്തിന്റെ കരമല്ല, ആ കരുത്തിന്റെ കൂടെ വേറൊരു കരം വരും. അതെന്റെ അനുഭവമാണ്. എൻ്റെ ശുശ്രൂഷകളിൽ അനേകർ അത് സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട്. പാസ്റ്ററിന്റെ കരം വെച്ചപ്പോൾ അത് വെച്ചു, പക്ഷേ പാസ്റ്ററിന്റെ കരം ഒന്ന് മാറ്റിയപ്പോൾ രണ്ടാമത് ആരോ എൻ്റെ മേലൊരു കരം വെച്ചു. അതെ, ആ ആണിപ്പഴുതുള്ള കർത്താവിന്റെ കരം ഇന്ന് നിങ്ങളുടെ മേൽ വരികയാണ്. നിങ്ങളുടെ ബാഹ്യ കണ്ണുകളൊന്നും അടഞ്ഞിരിക്കട്ടെ. നിങ്ങളുടെ കണ്ണുകൾ യേശുവിലേക്കൊന്ന് ഉയരട്ടെ. കാൽവറിയിൽ നിന്ന് നമുക്ക് വേണ്ടി ഒരു ഉറവ ഒഴുകുന്നു. There is a fountain that's flowing from the Calvary. Hallelujah. Amen. Hallelujah. Hallelujah. Reba Shabana Zela Bashay. There's a healing presence filling this place. And let's hear your testimony. Praise God. ഇന്ന് പരിശുദ്ധാത്മാവിൻ്റെ ഒരു വലിയ സ്പർശനം എൻ്റെ ശരീരത്തിൽ എനിക്ക് അനുഭവിച്ചറിയുവാൻ ദൈവം സഹായിച്ചു. ഞാനൊരു പെന്തക്കോസ്ത് കുടുംബത്തിലാണ് ജനിച്ചെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം.
ഇന്ന് വരെ ഞാൻ അനുഭവിച്ചിട്ടില്ലാത്ത ഒരു പ്രത്യേക അനുഭവം എൻ്റെ ജീവിതത്തിൽ ദൈവം തന്നു. അതോടൊപ്പം തന്നെ എനിക്കൊരു ഹീലിംഗ് കൂടെ കിട്ടി. അത് ഞാൻ പറയാനാണ് ഇവിടെ നിൽക്കുന്നത്. പാസ്റ്റർ എപ്പോഴും പറയുന്നത് റോജോ ഹോസ്മ എന്ന് പറഞ്ഞ ആ ദേവദാസൻ്റെ മീറ്റിംഗ് പുത്തരിക്കണ്ടം ട്രിവാൻഡ്രത്ത് നടക്കുന്ന സമയത്ത് എൻ്റെ ബാക്ക് ബോണിൽ ഏറ്റവും ആ ടിപ്പിൽ ഒരു നല്ല പെയിൻ ഉണ്ടായിരുന്നു. അവിടെ വെച്ച് ഇന്നുണ്ടായ അതേ ഒരു അനുഭവം. ആ ദേവദാസൻ വലിയ സ്റ്റേജാണ്, വലിയ മൈതാനമാണ്. ആ ദൂരെ നിൽക്കുന്ന സമയത്ത് ഇങ്ങനെ പലരും സ്ലെയിൻ ആവുന്നു, പ്രാപിക്കുന്നു, എന്തൊക്കെയോ കരയുന്നു, ഒത്തിരി കാര്യങ്ങൾ നടക്കുക. അപ്പം ഇവർ സ്റ്റേജിൽ ശുശ്രൂഷ ചെയ്യുന്നുണ്ട്, ഫുൾ ടീമുണ്ട്. ഞാൻ ദൂരെ നിൽക്കുക. അന്ന് ഡാനിയും ഒബിയും ലിഡിയയും ഉണ്ട്. ഞാൻ അവരെ ആരെയോ ഏൽപ്പിച്ചിട്ട് ഒരു ദിവസത്തെ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി ഓടിപ്പോയതാണ്. അന്ന് ഇതുപോലെ ദേവദാസൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ദൂരെ നിന്ന് ഞാൻ പ്രാർത്ഥിച്ചു, കർത്താവേ ഇത് റിയൽ ആണെങ്കിൽ എനിക്ക് ഈ അനുഭവം ഇന്ന് വേണം. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുന്നു. ശരിക്കും ഇന്ന് എനിക്ക് എൻ്റെ ബോഡിയിൽ അനുഭവപ്പെട്ടതുപോലെ ബോഡിയിൽ വെയിറ്റ് ഇല്ലാതെ വായുവിൽ ഞാൻ ഇങ്ങനെ മറിഞ്ഞു വീഴുന്നത്, എനിക്ക് മറിഞ്ഞു വീണമെന്ന് ഞാൻ അറിഞ്ഞില്ല. ഞാനിങ്ങനെ പോകുന്ന എനിക്ക് വായുവിലായതുപോലെ എൻ്റെ ബോഡിയുടെ വെയിറ്റ് പോയി. പിന്നെന്താ സംഭവിച്ചത് എനിക്കറിയത്തില്ല. ഞാൻ കണ്ണു തുറന്ന് നോക്കുന്ന സമയത്ത് ഞാൻ താഴെ കിടക്കുക. ഞാൻ എഴുന്നേറ്റ് വന്നു. അതുവരെ എനിക്ക് ഉണ്ടായിരുന്ന ആ ബോണിലുണ്ടായിരുന്ന വേദന കംപ്ലീറ്റായിട്ട് അന്ന് മാറി. കാരണം ഡോക്ടേഴ്സിന് മനസ്സിലാവും ആ നട്ടലിൻ്റെ ഏറ്റവും അറ്റത്തുള്ള വേദന അങ്ങനെ പെട്ടെന്ന് മാറത്തില്ല, അത് കൂടി വരുത്തതേ ഉള്ളൂ, ഞാൻ കേട്ടെടുത്തോളം. പക്ഷേ ദൈവത്തിൻ്റെ കൃപയാൽ അന്ന് മാറിയ ആ വേദന ഇന്ന് വരെ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. ഇന്നും അതുപോലെ തന്നെ ഇന്ന് ആ അനുഭവം എനിക്കുണ്ടായി. എനിക്ക് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ മുട്ടിനകത്ത് വേദന എനിക്ക് നല്ലപോലെ അനുഭവിച്ചിട്ടുള്ള ഒരാളാണ്. എനിക്ക് കാല് മടക്കിയിട്ടിരിക്കാനൊക്കത്തില്ല. ഞാൻ എപ്പോഴും കാല് നിവർത്തിയിട്ടേ ഇരിക്കത്തുള്ളൂ. താഴെ ഇരിക്കുന്നതുകൊണ്ട് ബുദ്ധിമുട്ടില്ല. പക്ഷെ കുറേ നേരം ഇരുന്ന് കഴിയുമ്പോൾ ബാക്കും വേദന എടുക്കാൻ തുടങ്ങും. ഇന്ന് നിങ്ങൾ കണ്ടു ഒരു മിറക്കിൾ തന്നെയാണ്. ഞാൻ മണിക്കൂറുകൾ ഇന്ന് ഞാൻ ഇവിടെ നിന്ന് എഴുന്നേറ്റിട്ടില്ല. മണിക്കൂറുകൾ കാല് മടക്കിയിട്ട് ഞാനത് ടെസ്റ്റ് ചെയ്യുകയും കൂടെയായിരുന്നു. ദൈവത്തെ ടെസ്റ്റ് ചെയ്യണമെന്നല്ല, എൻ്റെ ഹീലിംഗ് എനിക്ക് ഉറപ്പാക്കണമായിരുന്നു. അതുകൊണ്ട് ഞാൻ കാല് മുട്ട് മടക്കിയിട്ട് തന്നെ, അതും മറ്റേത് കാലം ഒരു 2 മിനിറ്റ് മടക്കി വെച്ചാൽ 5 മിനിറ്റ് ഞാൻ നീട്ടിയിട്ടേ ഇരിക്കത്തുള്ളൂ. പക്ഷേ ഇന്ന് എനിക്കത് ഭയങ്കര ഒരു സാക്ഷ്യം തന്നെയാണ്. എത്രത്തോളം നിങ്ങൾക്കത് ഗ്രഹിക്കാൻ കഴിയുന്നു എനിക്കറിയത്തില്ല. പക്ഷേ ഇതെൻ്റെ ഒരു പേഴ്സണൽ സാക്ഷ്യമാണ്. എനിക്ക് കംപ്ലീറ്റ് ആയിട്ട് അത് കഴിഞ്ഞ് ഞാൻ കുഞ്ഞുങ്ങൾ ഇങ്ങനെ ഇരിക്കുന്ന കണ്ടപ്പോൾ എനിക്ക് ബാക്കിൽ നിന്ന് കുഞ്ഞുങ്ങൾ ഒത്തിരി നേരം ഇരിക്കുന്നല്ലോ, ഇവർക്ക് പറ്റുന്നുണ്ടോ? ഞാൻ ഇന്ന് അതും ട്രൈ ചെയ്തു. എനിക്ക് നല്ലതുപോലെ എൻ്റെ ചെറുപ്പകാലത്തിൽ എൻ്റെ ചർച്ചിലിരുന്ന് ആരാധിച്ച അതേ സന്തോഷത്തിൽ കാലും മടക്കിയിട്ട് ചമ്മരപ്പെട്ട് ഇരുന്നിട്ട് എനിക്ക് ആരാധിക്കാൻ കഴിഞ്ഞു. എൻ്റെ ദൈവത്തിന് ഒത്തിരി മഹത്വം ഞാൻ അർപ്പിക്കുന്നു. പ്രൈസ് ഗോഡ്. ദൈവത്തിൻ്റെ എൻകൗണ്ടറിനായി നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. സ്തോത്രം. ഹല്ലേലൂയ.